എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ.ഡി.എക്ക് തുടർഭരണം പ്രവചിക്കുമ്പോഴും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണിയും. 295-ലധികം സീറ്റുകൾ നേടാനാകുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്ന ഇന്ത്യ സഖ്യം എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുന്നുണ്ട്. അതേസമയം സാഹചര്യം വിലയിരുത്താൻ കോൺഗ്രസ് ഇന്ന് യോഗം ചേരും. കഴിഞ്ഞ ദിവസവും ഇന്ത്യ മുന്നണി നേതാക്കൾ യോഗം ചേർന്നിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ 290-ലധികം സീറ്റുകൾ നേടുമെന്നും പറഞ്ഞിരുന്നു. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി. എക്സിറ്റ് പോളുകൾ എല്ലാം തള്ളിക്കളയുകയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ. ഇപ്പോൾ വിഷ്ണു ലൈനിലുണ്ട്. വിഷ്ണു, എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ.ഡി.എക്ക് തുടർഭരണം പ്രവചിക്കുമ്പോഴും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണിയും. 295-ലധികം സീറ്റുകൾ നേടാനാകുമെന്ന പ്രതീക്ഷയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. എക്സിറ്റ് പോളുകളെ CPIM-ഉം തള്ളിക്കളയുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ബിനു, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോളുകളൊക്കെ തന്നെ BJP-ക്ക് അല്ലെങ്കിൽ NDA-ക്ക് ഒരു തുടർഭരണം പ്രവചിക്കുന്നതാണ്. 350-ലേറെ സീറ്റുകൾ ലഭിച്ച് ഇന്ത്യ അധികാരത്തിൽ വരുമെന്ന പ്രവചനമാണ് എക്സിറ്റ് പോളുകൾ നടത്തുന്നത്. പക്ഷേ വിശ്വാസത്തിലെടുക്കാൻ ഇന്ത്യ മുന്നണി ഫലങ്ങളെ അല്ലെങ്കിൽ പ്രവചനങ്ങളെ തള്ളിക്കളയുകയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ. കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറല്ല. 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ വലിയ തലത്തിലുള്ള വ്യത്യാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുന്നത് 295-ലധികം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നുള്ള ഉറച്ച ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിലും പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം നിലവിൽ വലിയൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി ഇന്ത്യ മുന്നണി കീഴ്ഘടകങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് വോട്ടെണ്ണൽ ദിവസം വലിയൊരു ജാഗ്രത പാലിക്കണം, അട്ടിമറികൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൗണ്ടിംഗ് സെന്ററുകളിലടക്കം വലിയ തോതിലുള്ള നിരീക്ഷണം, ശക്തമായിട്ടുള്ള നിരീക്ഷണം വേണം എന്നതടക്കമുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇന്ത്യ മുന്നണി കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ബിനു, അതോടൊപ്പം തന്നെ വിഷ്ണു, ഇപ്പോൾ ഈ 2004 ആവർത്തിക്കും എന്ന രീതിയിൽ കാര്യങ്ങൾ വരികയാണ്. കാരണം ഇത്തരത്തിൽ ഈ പ്രവചനത്തിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്, കോർപ്പറേറ്റുകളുടെയൊക്കെ അജണ്ടയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഇന്ത്യ മുന്നണിയുടെ യോഗം ചേർന്നപ്പോൾ 295-ലധികം സീറ്റുകൾ നേടാനാകുമെന്ന പ്രതീക്ഷയൊക്കെ പങ്കുവച്ചിരുന്നു. സ്വാഭാവികമായും ഉയർന്നു വരുന്ന കർഷക രോഷമടക്കമുള്ള ധാരാളം പ്രശ്നങ്ങൾ NDA സർക്കാരിനെതിരെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ പടച്ചുവിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളുകളൊക്കെ തെറ്റാണെന്ന് വരുന്ന രീതിയിലുള്ളൊരു വലിയ ഫലം തന്നെ ആകുമല്ലോ മറ്റന്നാൾ ഉണ്ടാവുക. ബിനു, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കാരണം മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ തെറ്റായി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് 2004-ൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ഇത്തവണയും എന്നതാണ് ഇന്ത്യ മുന്നണി നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് 2019-ലെ ഒരു സാഹചര്യമല്ല 2024-ലേക്ക് വരുമ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത്. വലിയ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ, പ്രശ്നങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ നിലനിൽക്കുന്നു. തൊഴിലില്ലായ്മ, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. കർഷക പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ നിലവിൽ പുറത്തു വരുന്ന എക്സിറ്റ് പോളുകൾ വിശ്വാസത്തിലെടുക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ശരി, വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.